ദൈവികമായ അഭിഷേക വെളിപാടാണ് നമ്മുടെ ഉടമ്പടി, മരിയൻ ഉടമ്പടി നവേന പ്രാർത്ഥന. ഉടമ്പടിയുടെ രീതി അനുസരിച്ചുകൊണ്ട് ഉടമ്പടി ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ അടിസ്ഥാനമിട്ടിരിക്കുന്ന പ്രാർത്ഥനയാണ്. എല്ലാ വാക്കുകളിലും ദൈവം ദാനം വച്ചിട്ടുണ്ട്. വാക്കുകളിലുള്ള ദാനത്തെ വിശ്വാസി പ്രാപിക്കുകയാണ് ചെയ്യണത്. ഉടമ്പടിയുടെ കാര്യക്ഷമത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോഴും അവൻ വിശ്വസ്തനായിട്ട് തുടരും. അതാണ് കർത്താവിൻ്റെ വചനം എന്ന് പറയുന്നത്. നമ്മൾ അവിശ്വസ്തരായി പോയാലും ദൈവം വിശ്വസ്തനായി തുടരും. അതുകൊണ്ട് തന്നെ ഉടമ്പടി എടുത്തിട്ടുള്ളവരും ഇനി എടുക്കാൻ പോകുന്നവരും ഒക്കെ വളരെ പ്രത്യാശയോടെ, കാര്യം ഇത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ യോഗ്യതയിലല്ല ഉടമ്പടി വർക്ക് ചെയ്യണത്, ദൈവത്തിൻ്റെ കരുണയിലാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങൾക്ക് എത്ര മേൽ പ്രയാസമുള്ള, ഭാരമുള്ള, ഒരു കാരണവശാലും നടക്കാൻ സാധ്യതയില്ലാത്ത വിഷയങ്ങൾക്ക് പോലും ഉടമ്പടി വഴി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് സമർപ്പിക്കും. നമുക്ക് അമ്മ തന്നതാണ് ഉടമ്പടിയെ, ലോകത്തൊരിടത്തും കൊടുക്കാത്ത ഒരു പ്രാർത്ഥന. വാഗ്ദാന പേടകമായ അമ്മ നമ്മൾ ലുത്തീനിയയിലെ വാഗ്ദാന പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ സഭ 600 കൊല്ലമായി പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് വരെ ഒരു പ്രാർത്ഥന രൂപപ്പെട്ടു വന്നിട്ടില്ല. അതാണ് മരിയൻ ഉടമ്പടിയുടെ പ്രത്യേകത. വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ ആധ്യാത്മിക അസ്ഥിവാരത്തിൽ പടുത്തുയർത്തപ്പെട്ടിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് മരിയൻ ഉടമ്പടി പ്രാർത്ഥന. ഉടമ്പടി ചെയ്യാത്ത മക്കൾക്കും ഇപ്പോഴും നൊവേന കൂടുന്നതിലൂടെ ഉടമ്പടി ചെയ്യാനുള്ള അനുഗ്രഹവും നൊവേന അതിൽ തന്നെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കാനുള്ള ഈ കണ്ണീരിൻ്റെ കാലത്തുള്ള ഏറ്റവും വലിയ ഒരു ദൈവത്തിൻ്റെ സന്ധിപ്പാണ്. ആ ഒരു ബോധത്തിൽ വേണം എൻ്റെ സഹോദരങ്ങളെ സന്തോഷത്തോടെയും പ്രത്യാശയോടെയുമാണ് ഈ നൊവേനയിൽ പങ്കെടുക്കേണ്ടത്. ഇന്നലെ തുടങ്ങിയതാണ്. ഇന്ന് 2-ാം ദിവസത്തെ ഉടമ്പടി നൊവേനയാണ് നടക്കുന്നത്. ഇപ്പോൾ 1-ാം ദിവസത്തെ മിസ്സായിട്ടുണ്ടെങ്കിൽ അത് യൂട്യൂബിലുണ്ട്. ഈ പ്രാർത്ഥന കഴിഞ്ഞ് രാത്രി കിടക്കുന്നതിന് മുമ്പ് ആ ഇന്നലത്തെ 1-ാം ദിവസത്തെ നൊവേന കൂടിയിട്ട് വേണം ഇതിലേക്ക് വരാൻ. നാളെ 3-ാം ദിവസത്തെ നൊവേന കൂടാനെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് പ്രാരംഭഗാനം 4 വരി ആലപിച്ചുകൊണ്ട് പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കാം. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നിക്ഷേപിക്കുവാൻ തിരുമനസ്സായ കർത്താവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളും ദൈവത്തോട് ചെയ്തിട്ടുള്ള ഉടമ്പടി വിശ്വസ്തയോടെ പാലിച്ച് വിശുദ്ധിയിലും ദൈവഭക്തിയിലും നിലനിൽക്കുവാനുള്ള കൃപ പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ മാനുഷികമായ വഴികൾ അസ്തമിക്കുമ്പോൾ
ദൈവത്തിൻ്റെ ഇടപെടൽ ഈ ഉടമ്പടി നൊവേനയിലൂടെ ഇന്ന് തന്നെ പ്രകടമാക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം, മഹത്വം, മഹത്വം. ആരാധന, ആരാധന. കൃപാസനമാതേ മരിയാമിനി മരണാനവാനി ജീവമാനവാനി ആവേ 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 മരിയാ. കർത്താവെ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ഉൽപ്പത്തി 15:7 പ്രാർത്ഥിക്കുന്നു. ഈ നാട് നിനക്ക് അവകാശമായി തീരുവാൻ വേണ്ടി നിന്നെ കൽദായരുടെ ഊരിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ. ഈ വചനപ്രകാരം ഉടമ്പടി ചെയ്ത ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവെ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് 2 കൊരിന്ത്യർ 1:20 പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതെ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമീൻ പറയുന്നത്. ഈ ദൈവവചന പ്രകാരം ഉടമ്പടി ചെയ്ത് ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവെ, അങ്ങേ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ സങ്കീർത്തനം 32:8 പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി ഞാൻ കാണിച്ചു തരാം. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് നിന്നെ ഉപദേശിക്കാം. ഈ ദൈവവചന പ്രകാരം ഉടമ്പടി ചെയ്ത് ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മയെ അനുഗ്രഹിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ 2 പത്രോസ് 3:9 പ്രാർത്ഥിക്കുന്നു. കാലവിളംബത്തെക്കുറിച്ച് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദാനം പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്ന കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ. ഈ ദൈവവചന പ്രകാരം ഉടമ്പടി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ ആവശ്യം കാലവിളംബമെന്നിയെ സാധിച്ചു തരുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ആമോസ് 3:7 പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് തൻ്റെ ദാസനായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുകയില്ല. ഈ ദൈവവചന പ്രകാരം ഉടമ്പടി ചെയ്ത് ഞങ്ങളുടെ ആവശ്യം പരിശുദ്ധമ്മേ സാധിച്ചു ലഭിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ഹെബ്രായ 6:12 പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നിരുത്സാഹരാകാതെ വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിൻ്റെ അവകാശികളായിരിക്കുന്നവരെ അനുകരിക്കുന്നവരാകണം നിങ്ങൾ. ഈ ദൈവവചനം അനുസ്മരിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്ത് ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രഭാഷകൻ 36:6-8 പ്രാർത്ഥിക്കുന്നു. അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങനെ കരബലം പ്രകടമാക്കണമേ. വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് അങ്ങേ കാലത്തെ തുരിപ്പിക്കണമേ. ഈ ദൈവവചന പ്രകാരം ഉടമ്പടി ചെയ്ത് ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ 2 തിമോത്തി 2:13 പ്രാർത്ഥിക്കുന്നു. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഈ ദൈവവചന പ്രകാരം ഉടമ്പടി ചെയ്ത് ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങ് വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ പുറപ്പാട് 19:4 പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. ഈ വചനപ്രകാരം ഉടമ്പടി ചെയ്ത
ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. അമ്മേ കാരുണ്യനാഥേ കൃപാസനനാഥേ മറിയാമ്പികേ വരദാനവാരിധി ജപമാലരാണി ആവേ 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 മറിയ കനിവിന്റെ അമ്മേ കാരുണ്യനാഥേ കൃപാസനനാഥേ മറിയാമ്പികേ വരദാനവാരിധി ജപമാലരാണി ആവേ 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 മറിയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും മഹത്തായ ദൈവശക്തീകരണ പ്രാർത്ഥനയാണ് അപ്പോസ്തലന്മാരുടെ ഏറ്റവും വേദനയുടെ കാലത്ത് എല്ലാ ചുറ്റും നിൽക്കുന്ന എല്ലാ പ്രതിയോഗികളും സഭയെ വേട്ടയാടുന്ന കാലത്ത് എല്ലാവരും സഭയുടെ അപ്പോസ്തലന്മാരെ ജയിലിലടച്ച് സഭയെ നാമാവിശേഷമാക്കാൻ പോകുന്ന കാലത്ത് അവരെ ചങ്ക് തകർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുടെ ഒടുവിലാണ് ഭൂമി കുലുങ്ങണത്. നമ്മളും നമ്മുടെ സാഹചര്യങ്ങൾ, ചുറ്റുവട്ടങ്ങൾ, പശ്ചാത്തലങ്ങൾ പ്രതികൂലമാകുന്ന ഈ കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാരുടെ അതേ ചൈതന്യത്തിലും അതേ വാക്കിലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഓരോ പ്രാർത്ഥന കഴിയുമ്പോൾ ഇങ്ങനെയാണ് പ്രത്യുത്തരിക്കേണ്ടത്. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അടയാളങ്ങൾ, അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. ഇത് ആഴമായ വിശ്വാസത്തോടെയും ദൈവസ്നേഹത്തോടെയും കൂടെയാണ് നിങ്ങൾ ഏറ്റുപറയേണ്ടത്. അച്ഛൻ എൻ്റെ പ്രാർത്ഥനാ പശ്ചാത്തലങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ സമർപ്പിക്കാൻ തുടങ്ങുന്നു. കർത്താവെ, നടപടി 4:26 പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് അന്ത്യോക്യയിലേക്ക് അവർ കപ്പൽ കയറി. തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിന് ആവശ്യമായിരുന്ന ദൈവകൃപയ്ക്ക് അവർ ഫലമേൽപ്പിക്കപ്പെട്ടത് അവിടെ വെച്ചാണല്ലോ. കർത്താവേ, ഈ വചനം അനുസ്മരിച്ചുകൊണ്ട് അങ്ങയുടെ തിരുസന്നിധിയിൽ വിശുദ്ധിയോട് ജീവിക്കാമെന്ന് ഉടമ്പ ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളുടെ മേലും ഈ വചനം പാലിക്കുവാനുള്ള ദൈവകൃപ വർഷിക്കണമേ. ഉടമ്പടി വിശ്വസ്തയോടെ പാലിക്കുവാനുള്ള ദൈവകൃപ വർഷിക്കണമേ എന്ന് ഈ ഉടമ്പടി നവേന വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 15:16 പ്രാർത്ഥിക്കുന്നു. ഇതിനുശേഷം ഞാൻ തിരിച്ചു വരും. ദാവീദിൻ്റെ വീണുപോയ കൂടാരം ഞാൻ വീണ്ടും പണിയും. അതിൻ്റെ നഷ്ടശിഷ്ടങ്ങളിൽ നിന്ന് ഞാനതിനെ പുതുക്കി പണിയും. അതിനെ ഞാൻ വീണ്ടും ഉയർത്തി നിർത്തും. കർത്താവേ, ഈ വചനം അനുസ്മരിച്ചുകൊണ്ട് ജീവിതത്തിൽ സാമ്പത്തികമായും തൊഴിൽപരമായും വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും സമാധാനപരമായും തകർന്നടിഞ്ഞു പോയവരെ അങ്ങ് പുനരുദ്ധരിക്കണമെന്ന് ഈ ഉടമ്പടി നവേന വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 16:18 പ്രാർത്ഥിക്കുന്നു. ഭാവിഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ അവിടെ കണ്ടു. ഭാവി പ്രവചനം വഴി അവർ തൻ്റെ യജമാനന്മാർക്ക് വളരെയേറെ ആദായം ഉണ്ടാക്കി കൊടുത്തിരുന്നു. പൗലോസ് തിരിഞ്ഞ് അവളുടെ ആത്മാവിനോട് പറഞ്ഞു, ഇവളിൽ നിന്ന് പുറത്തു പോവുക. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവളിൽ നിന്ന് പുറത്തു പോകുവാൻ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. കർത്താവേ, ഉടമ്പടി ചെയ്ത മക്കൾ വാരഫലം, രാഹുകാലം, സമയദോഷം, ആഭിചാരം, അതുപോലെ തന്നെ ഭാഗ്യപരീക്ഷണം, ദൈവപരിപാലനയ്ക്ക് വിരുദ്ധമായ എല്ലാ പാപങ്ങളെയും പരിത്യജിച്ച്
അവരുടെ ഇത്തരം ജീവിത പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ ഈ ഉടമ്പടി നിവേദന വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 16:25 പ്രാർത്ഥിക്കുന്നു. അർദ്ധരാത്രിയുടെ അടുത്ത് പൗലോസും ശീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയ ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിന് അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. കർത്താവേ, ഉടമ്പടി ചെയ്ത മക്കളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ബന്ധനങ്ങളും ഈ നിമിഷം അഴിഞ്ഞു പോകാൻ വേണ്ടി ഉടമ്പടി നിവേദന വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 16:31 പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവെ, ഈ നിവേദന പ്രാർത്ഥന പങ്കെടുക്കുന്ന മക്കൾ കർത്താവ് യേശുക്രിസ്തു വിശ്വസിച്ചുകൊണ്ട് കൃപയിൽ വളരുവാനും നിത്യജീവൻ പ്രാപിക്കുവാനും ഉടമ്പടി നിവേദന വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 17:6 പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകത്തെ തലകീഴായി മറിച്ചിരിക്കുന്ന ഈ മനുഷ്യരിത ഇവിടെയും എത്തിയിരിക്കുന്നു എന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങളെ അധികരിച്ച് എഴുതിയിരിക്കുന്ന പോലെ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളെ വിഷമിപ്പിക്കുകയും ക്ഷയിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ സാഹചര്യങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും ഞങ്ങൾ ചെയ്ത ഉടമ്പടി ശക്തിയാൽ തലകീഴായി മറിച്ച് കൃപയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നാമത്തിലെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി കർത്താവേ, അങ്ങനെ വിശുദ്ധമായ വരദുകളെ നീട്ടണമേ. ഇന്ന് വേനയിൽ ഇപ്പോഴേ വിവിധ രാജ്യങ്ങളിലും നാടുകളിലും ജില്ലകളിലും കർത്താവേ, പലതരത്തിലുള്ള വിഷമതകള്, രോഗങ്ങള്, ഭീതികള്, മാനസിക തകർച്ചകള്, ജീവിത തകർച്ചകളെല്ലാം അനുഭവിക്കുന്നവിടെ ആ എല്ലാ ബന്ധനങ്ങളും യേശുക്രിസ്തു നാമത്തിൽ ഇപ്പോൾ അഴിച്ചു വീഴട്ടെ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, നല്ല വീര്യപ്രവൃത്തികൾ കണ്ടിടട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ചെറിയ നോൻപ് ആചരിക്കുകയാണ്. ഉടമ്പടിയുടെ ലക്ഷ്യം തന്നെ വ്യക്തിയുടെ ആത്മവിശുദ്ധീകരണത്തിലൂടെ ലഭിക്കുന്ന ദൈവശക്തീകരണമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ വിശുദ്ധീകരിക്കുന്ന, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ നിമിത്തം നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കുന്നുവെന്ന് യോഹന്നാൻ 15:3 ഈശോ പറഞ്ഞു. വചനങ്ങൾ മൂലമാണ് നമ്മൾ അടിസ്ഥാനപരമായി വിശുദ്ധീകരിക്കുന്നത്. നമ്മളെ അടിസ്ഥാനപരമായി വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് വചനങ്ങൾ ഉടമ്പടിയുടെ ഭാഗമായി കൽപ്പന വഴി നമുക്ക് ദൈവം നൽകിയത്. ആ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ ആത്മാവിനെ പരിശോധിക്കുന്ന പാപമോചന പ്രാർത്ഥനയാണ് ഉടമ്പടി നവേനയുടെ അടുത്ത ഭാഗം. ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതിനും ശക്തീകരിക്കുന്നതിനും അങ്ങയുടേതാക്കി തീർക്കുന്നതിന് വേണ്ടിയാണല്ലോ കർത്താവേ അങ്ങ് മനുഷ്യവർഗവുമായി ഉടമ്പടി സ്ഥാപിച്ചത്. ഉടമ്പടി പ്രകാരം ഞങ്ങൾ അങ്ങയോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള നിബന്ധനകളുടെ മേൽ വിശ്വസ്ത പാലിക്കുവാൻ ഞങ്ങളെ ഈ ഉടമ്പടി നവേന പ്രാർത്ഥന വഴി പ്രത്യേകം അനുഗ്രഹിക്കണമേ. നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനില്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത് എന്ന് അങ്ങ് ഉടമ്പടി പ്രകാരം നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ഞങ്ങൾ ഈ പ്രമാണത്തെ അവഗണിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അവിശ്വസ്ത പുലർത്തിയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം ഞങ്ങൾ അനുദപിച്ച് അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത് എന്ന് ഉടമ്പടി വാഗ്ദാന പ്രകാരം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ട് അവിടുത്തെ നാമം ഞങ്ങൾ ദുരുവിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ
ദൈവത്തിൻ്റെ നാമത്തിൽ മറ്റുള്ളവരോട് ചെയ്യുന്ന വാഗ്ദാനങ്ങൾ അവിശ്വസ്ത കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ നിമിഷം അനുദപിച്ച് അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്ന കൽപ്പന നൽകിക്കൊണ്ട് അങ്ങ് ഞങ്ങളോട് ഉടമ്പടി ചെയ്തു. എങ്കിലും ഞങ്ങൾ പലപ്പോഴും പല കാരണങ്ങളാൽ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ട്. അതിനെ ഓർത്ത് ഞങ്ങൾ ഈ നിമിഷം അനുദപിച്ച് അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. ഭൂമിയിൽ ദീർഘകാലം ജീവിക്കാൻ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് അങ്ങ് ഞങ്ങൾക്ക് ഉടമ്പടിയിൽ നിന്ന് നിബന്ധനയായി നൽകിയ കൽപ്പന പാലിക്കാതെ ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ പാലിക്കാതെ വീഴ്ചകൾ വന്നുപോയ നിമിഷങ്ങൾ ഓർത്ത് അനുദപിച്ചുകൊണ്ട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. കൊല്ലരുത് എന്ന കൽപ്പന വഴി മനുഷ്യജീവൻ്റെ മൂല്യത്തെയും സഹോദരങ്ങളോട് ഞങ്ങൾക്കുണ്ടാകേണ്ട കരുതലിനെയും കുറിച്ച് ഞങ്ങൾക്ക് ഉടമ്പടിയിലൂടെ നിബന്ധന നൽകിയ നാഥ, ഈ കൽപ്പനക്കെതിരെ വാക്കാലും പ്രവൃത്തിയാലും വന്നുപോയ സമസ്ത അപരാധങ്ങളെയും ഓർത്ത് അനുദപിച്ചുകൊണ്ട് അങ്ങോട്ട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. വ്യഭിചാരം ചെയ്യരുത് എന്ന 6-ാം കൽപ്പനയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഉടമ്പടി വചനത്തിനെതിരായി വാക്കാലും പ്രവൃത്തിയാലും വന്നുപോയ എല്ലാ തെറ്റുകളെയും ഓർത്ത് അനുദപിച്ചുകൊണ്ട് അങ്ങോട്ട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. മോഷ്ടിക്കരുത് എന്ന 7-ാം പ്രമാണ ഉടമ്പടി കൽപ്പനയ്ക്ക് വിരുദ്ധമായി അപരാധം ചെയ്തോർത്ത് അനുദപിച്ചുകൊണ്ട് അങ്ങോട്ട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. കള്ളസാക്ഷ്യം നൽകരുത് എന്ന ഉടമ്പടി വചനത്തിലൂടെ ഞങ്ങളുടെ അധരങ്ങളിൽ നിന്ന് വന്ന ഓരോ വാക്കും അങ്ങയെ പ്രകീർത്തിക്കാനുള്ളതാണ് എന്ന് ഞങ്ങളെ അനുസ്മരിപ്പിച്ച നാഥ, ഈ പ്രമാണം പാലിക്കുന്നതിൽ ഞങ്ങൾക്ക് വന്നുവിട്ടുപോയ കുറവുകളെ അനുസ്മരിച്ചുകൊണ്ട് അനുദപിച്ച് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. അന്യൻ്റെ ജീവിത പങ്കാളിയെ മോഹിക്കരുത് എന്ന കൽപ്പനയിലൂടെ ദാമ്പത്യ വിശ്വസ്തതയെയും അതിൻ്റെ ഉടമ്പടിയെയും അരക്കിട്ടുറപ്പിച്ച നാഥ, ഞങ്ങളുടെ ദാമ്പത്യ ബന്ധങ്ങൾ അവിശ്വസ്ത വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാ കുറ്റങ്ങളും പരിഹരിച്ച് മാപ്പ് നൽകണമേ എന്ന് അനുദപിച്ചുകൊണ്ട് അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. അന്യൻ്റെ വസ്തുക്കളെ ആഗ്രഹിക്കരുത് എന്ന കൽപ്പനയിലൂടെ ഞങ്ങളുടെ നിക്ഷേപത്തെക്കുറിച്ച് യഥാർത്ഥമായി ഉൾക്കാഴ്ച നൽകിയ നാഥ, ഈ ഉടമ്പടി ലംഘനം വഴി ഈ വചനം പാലിക്കുന്ന വന്നുപോയ പാപങ്ങളെ പ്രതി അനുദപിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. നമുക്കൊരു നിമിഷം അനുദപിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയി പാപങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് അനുതാപത്തിനായി പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനുപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ ഞാൻ നഷ്ടമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഞാൻ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു. ആമേൻ. അനുതാപത്തിന്റെ ഗാനം ആരംഭിച്ചുകൊണ്ട് നമ്മുടെ അനുതാപം ദൈവത്തിന് സമർപ്പിക്കാം. സമയം സമാഗതമാ സകലരും അനുഭവിക്കാം സർവം സമർപ്പിക്കുവാ സകലരും അനുദാനേ അനുഗമിക്കാം ഒരു കീടുവാ ആത്മാവേ
പ്രിയമുള്ളവരെ, ഉടമ്പടി നൊവേനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മൾ പലരും ഉടമ്പടി ചെയ്തിരിക്കുന്നതും ദൈവം നമ്മളോട് ഉടമ്പടി ചെയ്തിരിക്കുന്നതും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകാൻ വേണ്ടിയാണ്. ആ സാന്നിധ്യം നമ്മളെ സൗഖ്യപ്പെടുത്തുന്നതാണ്, നമ്മളെ സമാശ്വസിപ്പിക്കുന്നതാണ്, അതുപോലെ തന്നെ നമ്മുടെ നിത്യരക്ഷ ഉറപ്പുവരുത്തുന്നതാണ്. ഈ ശാരീരിക ആത്മീയ മണ്ഡലങ്ങളിലും ഭൗതിക സാഹചര്യങ്ങളിലുമെല്ലാം ദൈവത്തിൻ്റെ കൃപ ഉറപ്പുവരുത്തുന്ന ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട പ്രാർത്ഥനയാണ് ഉടമ്പടി. ആ ഉടമ്പടിയുടെ മരിയൻ ഉടമ്പടിയാണ് നമ്മൾ നടത്തുന്നത്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടിട്ട് അമ്മ നമുക്ക് നൽകിയ 2 പ്രാർത്ഥനയാണ്. ഒന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഒന്ന് ഉടമ്പടി പ്രാർത്ഥനയും. ഇതിലൂടെയാണ് ലോകത്തെ മുഴുവനും കീഴ്മേൽ മറിച്ചു പോയ രീതിയിൽ അനേകം 10,000 കുടുംബങ്ങളുടെ ദൈവം സംരക്ഷിച്ചത്. ഉടമ്പടി ചെയ്തവരെ ഇപ്പോഴാ ഉടമ്പടിയുടെ ആ അടിസ്ഥാനത്തിൽ തന്നെ യോഗ്യതയോടെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഉടമ്പടി ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം നിങ്ങൾ ഓൺലൈൻ ഉടമ്പടി ചെയ്തുകൊണ്ട് ആ നൊവേന പ്രാർത്ഥനയുടെ അനുഗ്രഹങ്ങൾ അവകാശമാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയുമാണ് ഇപ്പോൾ കർത്താവ് സ്പർശിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഭൗതിക മണ്ഡലം, ജീവിത മണ്ഡലം, സൗഖ്യത്തിൻ്റെ മണ്ഡലം എല്ലാം ഇപ്പോഴും പരിശുദ്ധ അമ്മ ചൈതന്യത്തോടെ എന്തിനാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്? ദുരന്തം ഉണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് പറയാൻ വേണ്ടിയാണ്. ഇന്ന് രാത്രിയും ദുരന്തത്തിൻ്റെ രാത്രിയാണ്. ആ കൊടുങ്കാറ്റ് ഇനി ഏതാണ്ട് രാവിലെ ആകുമ്പോൾ ശ്രീലങ്കയെ തൊടും. അപ്പോൾ അമ്മ 2004 പറഞ്ഞതിന് ശേഷം ഇന്ന് വരെ ഓരോ ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ പ്രാർത്ഥന അമ്മയുടെ പ്രത്യക്ഷീകരണ സഭ കൃത്യമായി പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ദൈവിക അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയും ഈ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ഏത് രോഗമാണ് ഇവിടെ അൾത്താറെ അനുസ്മരിച്ച് അമ്മ മധ്യസ്ഥം വഹിക്കുന്നത്, ആ രോഗമുള്ളവരെ ആ ശരീരഭാഗത്ത് കൈവച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. നിങ്ങൾക്ക് ആ രോഗമില്ല, പക്ഷേ കുടുംബത്തിലുണ്ട് അല്ലെങ്കിൽ കൂട്ടുകാർക്കുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി സഹോദര സ്നേഹത്തോടെ പരിശുദ്ധ അമ്മയോട് ഹൃദയം തകർന്ന് സൗഖ്യത്തിനായി പ്രാർത്ഥിക്കണം. എന്നിട്ട് ഞങ്ങൾ സാക്ഷികളായി ജീവിച്ചോളാമെന്ന് പറയണം. ആർക്കും, ക്രൈസ്തവർക്ക് മാത്രമല്ല, ആർക്കും, മനുഷ്യൻ്റെ മക്കൾക്ക് ആർക്കും പങ്കെടുക്കാവുന്ന ഒരു സമയമാണിത്. ദൈവം നിങ്ങളെ സഹായിക്കുന്ന കാര്യം, ദൈവം നിങ്ങളെല്ലാവരും സൗഖ്യവും ശക്തിയും സമാശ്വാസവും പ്രാപിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ദൈവത്തിൻ്റെ ആഗ്രഹം കൊണ്ട് തന്നെ നിങ്ങളതിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്കത് സൗഖ്യമായി അമ്മ മധ്യസ്ഥം വഹിക്കും. നമുക്ക് രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാരങ്ങളാണ് അവൻ ചുമന്നത്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു എന്ന് ഈശോ എന്ന സഹനദാസനെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ നൽകിയ വെളിപാട് പോലെ കർത്താവ് നമ്മോട് ചെയ്ത വാഗ്ദാന പ്രകാരമാണ്, ഉടമ്പടി പ്രകാരമാണ് അവൻ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽക്കുകയും ചെയ്തത്. നമ്മുടെ രോഗങ്ങളാണ് അവൻ വഹിച്ചത്. അതുകൊണ്ട് തന്നെ യേശു എന്ന ഏകരക്ഷകൻ്റെ ഉടമ്പടി പ്രകാരമുള്ള ഏറ്റവും വലിയ ദൗത്യമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ പാപങ്ങളും രോഗങ്ങളും വഹിക്കുക എന്നതാണ്. വഹിച്ചുകൊണ്ട് മനുഷ്യനെ സുഖപ്പെടുത്തുകയും നിത്യരക്ഷയ്ക്ക് അവകാശിയാക്കി മാറ്റുകയുമാണ്. ആ ഉടമ്പടി അനുസരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിപ്പോൾ പാപമോചന, രോഗസൗഖ്യ, ദൈവമഹത്വ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരമുള്ള സൗഖ്യത്തിനും വിടുതലുമായി നമ്മളെ തന്നെ സമർപ്പിക്കുന്നത്. വൈദികൻ സൗഖ്യത്തിനായി പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്ന ഓരോ വിഷയങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തി സമർപ്പിക്കുമ്പോൾ പ്രത്യുത്തരമായ സമൂഹം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. മനുഷ്യൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും യേശുനാമശക്തിയാൽ സൗഖ്യപ്പെട്ട് ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഹൃദയരോഗമുള്ളവരുടെ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ഹൃദയരോഗമുള്ളവരെ നെഞ്ചിലെ കൈ പൊത്തി വിശ്വാസപ്രമാണം ചൊല്ലേണ്ടതാണ്. കർത്താവേ, ഹൃദയത്തിൻ്റെ വാൽവുകൾ ചുരുങ്ങിപ്പോയവർ, വാൽവിൻ്റെ ബ്ലോക്കുള്ളവരെ, ഹൃദയത്തിൻ്റെ വാൽവ് സൂക്ഷിച്ചവരെ,
വ്യത്യസ്തങ്ങളായ ഹൃദയരോഗമുള്ളവരെ സുഖപ്പെടുത്തിക്കൊണ്ട് ദൈവപിതാവേ യേശുനാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കരൾ രോഗമുള്ളവരുടെ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ കരൾ രോഗമുള്ളവരെ നെഞ്ചിൻ്റെ കൊമ്പിന് കൈവച്ച് വിശ്വാസപ്രമാണം ചെല്ലേണ്ടവരാണ്. അല്ലാത്തവരെ യേശുവേ രക്ഷക എന്നെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, കരൾ രോഗമുള്ളവർ, കരൾ വികസിക്കുന്നവർ, കരൾ ചുരുങ്ങുന്നവർ, മഹോരോഗികൾ, അവരെ സുഖപ്പെടുത്തിക്കൊണ്ട് ഈ നിമിഷം അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ശ്വാസകോശ രോഗികളുടെ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ശ്വാസകോശ രോഗികളെ ഇപ്പോഴ് നിങ്ങളുടെ കരങ്ങൾ ശ്വാസകോശത്തിൽ സ്പർശിച്ചുകൊണ്ട് സൗഖ്യത്തിനായി വിശ്വാസപ്രമാണം ചൊല്ലട്ടെ. കർത്താവേ, ശ്വാസകോശങ്ങളെ സ്പർശിക്കണമേ. ന്യൂമോണിയ, ആസ്മ, ടൈഫോയിഡ്, കോവിഡ് ഉൾപ്പെടെ ഉള്ള രോഗങ്ങളാൽ ശ്വാസകോശം തടസ്സപ്പെട്ടിരിക്കുന്നവർ, ശ്വാസം കിട്ടാതായവർ, കോവിഡ് മൂലം വെന്റിലേറ്ററായി പോയവർ, ശ്വാസതടസ്സം അനുഭവിക്കുന്ന രോഗികളെ കർത്താവേ അങ്ങയുടെ വിശുദ്ധമായ രക്തത്താൽ ഇപ്പോഴേ അവിടെ ശ്വാസകോശങ്ങളെ ഈ നിമിഷം കഴുകി സുഖപ്പെടുത്തി ദൈവമേ ഈശോനാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ശിരസ് സംബന്ധമായ രോഗങ്ങൾ സുഖപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ശിരസിൽ കൈ സ്പർശിച്ചുകൊണ്ട് യേശുവേ രക്ഷക എന്നെ സുഖപ്പെടുത്തണമേ, അല്ലെങ്കിൽ വിശ്വാസപ്രമാണം ചൊല്ലി ശിരസിൻ്റെ അസുഖങ്ങൾ സൗഖ്യത്തിനായി സമർപ്പിക്കേണ്ടതാണ്. കർത്താവേ, ശിരസ് സംബന്ധമായ എല്ലാ രോഗികളുടെ മേലും, രോഗികളുടെ ശിരസിലും അങ്ങേ വിശുദ്ധമായ വരദകരം വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പലതരത്തിൽ തലച്ചോറിന് കേടുള്ളവരുണ്ട്. അപസ്മാര രോഗികൾ, ന്യൂറോ രോഗികൾ, തല വലുതാകുന്നവർ, നടക്കാത്ത കുഞ്ഞുങ്ങൾ, തല ഉറക്കാത്ത കുഞ്ഞുങ്ങൾ, സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾ, കേൾക്കാത്ത കുഞ്ഞുങ്ങൾ, കണ്ണിന് കാഴ്ചക്കുറവുള്ള കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ, തലയോട്ടിക്ക് വേദനയുള്ളവർ, വിട്ടുമാറാ തലവേദനയുള്ളവർ, മുടി കൊഴിച്ചുള്ളവർ, എല്ലാവരുടെയും ശിരസ് കർത്താവ് ഈ നിമിഷം അങ്ങനെ വിശുദ്ധമായ കരങ്ങൾ വെച്ച് അവരെ സുഖപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. പാൻക്രിയാസ് രോഗികളുടെ, ഷുഗർ രോഗികളുടെയും സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. ഇപ്പോഴും പാൻക്രിയാസ് രോഗികൾ ഇടത് നെഞ്ചിന് താഴെ കൈവയ്ക്കുക. അവന് ഷുഗർ രോഗികളും കർത്താവേ എല്ലാ പ്രമേഹ രോഗികളെയും പാൻക്രിയാസ് രോഗികളെയും ഇപ്പോഴങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ വലതുകരത്താൽ അവരെ സ്പർശിച്ച് സൗഖ്യപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ ഈ നിമിഷം മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. രോഗികളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. ഉദര രോഗികളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. ഉദരരോഗമുള്ളവരെ കൃപാസനത്തിൽ കുറേ സാക്ഷ്യങ്ങൾ വന്നിരിക്കുന്നത് ആ വ്യക്തിക്ക് ഉദരരോഗമില്ല, പക്ഷെ മറ്റ് ബന്ധുക്കൾക്കും അവർക്കറിയാവുന്നവർക്ക് ഉദരരോഗമുണ്ട്. അവരെ പ്രതി സ്വന്തം ഉദരത്തെ കൈവച്ച് വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ ദൈവം ഇവരുടെ വിശ്വാസത്തെ അധികരിച്ചുകൊണ്ട് അവരെ സുഖപ്പെടുത്തും. അത്രയും വലിയ കാര്യങ്ങളാണ് നമ്മൾ സാക്ഷ്യത്തിൽ കേൾക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഈ സമയത്ത് ചെയ്യാവുന്നതാണ്. ഉദരരോഗികൾ, വിശപ്പില്ലാത്തവർ, ദഹനക്കുറവുള്ളവർ, അൾസർ രോഗികൾ, അർസസ് രോഗികൾ, കുടലിൽ പുണ്ണുള്ളവർ, ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർ, വയറ്റിൽ നിന്ന് പോകാൻ താമസിക്കുന്നവർ, ദിവസങ്ങളോളം പോകാതിരിക്കുന്നവർ, മറ്റു ഉദരരോഗികൾ എല്ലാവരെയും എല്ലാവരുടെയും ഉദരങ്ങളെ നിൻ്റെ വിശുദ്ധമായ വലത് കരത്താൽ ഈ നിമിഷം സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. PCOD രോഗങ്ങൾ, പിസ്റ്റുല രോഗങ്ങൾ, സിസ്റ്റ് രോഗങ്ങൾ, അവിടെ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം.
ഇപ്പോഴ് PCOD പിസ്ത രോഗങ്ങളുള്ളവർ, അൾസർ രോഗങ്ങളുള്ളവർ അടിവയറ്റിൽ കൈവച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതാണ്. അല്ലാത്തവരെ യേശുവേ രക്ഷക എന്നെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, മാസപ്പതിവില്ലാത്തവരെ, മാസപ്പതിവ് ക്രമം തെറ്റി വരുന്നവരെ, മാസപ്പതിവിൻ്റെ സമയത്ത് മരണകരമായ വേദന അനുഭവിക്കുന്നവരെ, അത് മാറാതെ ദിവസങ്ങളോളം നിൽക്കുന്നവരെ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന് ചികിത്സ എടുത്തുകൊണ്ടിരിക്കുന്നവരെ, കർത്താവ് മൂത്രാശയത്തിൽ കല്ലുള്ളവരെ, കിഡ്നിയിൽ കല്ലുള്ളവരെ, ഫിസ്റ്റുല രോഗികളെ, സിസ്റ്റുള്ള രോഗികളെ, ശരീരത്തിൽ മുഴയുള്ളവരെ, കർത്താവേ ഉടമ്പടി എടുത്തവരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ, നിൻ്റെ വിശുദ്ധ വലത് കരത്തിൻ്റെ ശക്തിയാൽ അവിടെ എല്ലാ ഉദരഭാഗങ്ങളെയും ആന്തരിക രോഗഭാഗങ്ങളെയും ഇപ്പോൾ സ്പർശിച്ചുകൊണ്ട് അവരെ സുഖപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവേ, എല്ലാ വാതരോഗികളെയും, ഞരമ്പിന് കേടുള്ളവരെയും, ഞരമ്പ് ദ്രവിച്ചിരിക്കുന്നവരെയും വിട്ടിരിക്കുന്നവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. രക്തവാദമുള്ളവരെ, ആമവാദമുള്ളവരെ, വാദം കൊണ്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നീര് കെട്ടിക്കിടക്കുന്നവരെ, വാദപ്പൊട്ടുള്ളവരെ, വെരിക്കോസിൻ്റെ അസുഖമുള്ളവരെ, എല്ലാവരെയും നിൻ്റെ തിരുമുറിവാർന്ന വലത് കരത്താൽ ഇപ്പോൾ സ്പർശിച്ചുകൊണ്ട് എല്ലാ വാദരോഗികളെയും, എല്ലാ ഞരമ്പിന് അസ്വസ്ഥതയുള്ളവരെയും രോഗികളെയും സുഖപ്പെടുത്തിക്കൊണ്ട് കർത്താവെ അങ്ങ് നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കിഡ്നി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പോൾ കിഡ്നി രോഗികളെ നിങ്ങളുടെ നടുവിനെ കൈവച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവെ, കിഡ്നിയിൽ കല്ലുള്ളവരെ, കിഡ്നി ചുരുങ്ങുന്നവരെ, കിഡ്നി പ്രവർത്തിക്കാത്തവരെ, അതിൻ്റെ പേര് ശരീരത്തിൽ നീര് കെട്ടിക്കിടക്കുന്നവരെ, പല പല ഭക്ഷണങ്ങൾക്കും ഡയറ്റുള്ളവരെ എല്ലാവരെയും സ്പർശിച്ചുകൊണ്ട് ഈശോ ഈ നിമിഷം അവരെ സുഖപ്പെടുത്തിക്കൊണ്ട് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അസ്ഥിരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അസ്ഥിരോഗമുള്ളവർ, അസ്ഥി വിട്ടവർ, അസ്ഥി ദ്രവിക്കുന്നവർ, അസ്ഥി പൊടിയുന്നവർ, എല്ലാം അതാത് ഭാഗങ്ങളിൽ വേദനയുള്ളവർ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവെ, അസ്ഥി ഉരുക്കമുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപകടത്തിൽ അസ്ഥികൾ വിട്ടുപോയവർ, ഒടിഞ്ഞു പോയവരെ, അസ്ഥി കൂടാത്തവരെ, അസ്ഥി രോഗത്തിന് ആശുപത്രി ഇപ്പോൾ കിടക്കുന്നവരെ, അസ്ഥി യോജിക്കാത്തവർ, തലയോട്ടിയിൽ പൊട്ടലുള്ളവരെ, അസ്ഥി സർവാംഗം പൊട്ടിയിട്ടുള്ളവരെ, കർത്താവെ അവിടെ തകർന്ന അസ്ഥികളെ അങ്ങയുടെ വിശുദ്ധമായ രക്തത്താൽ ഇപ്പോഴും ഒട്ടിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ വലതുകരം നീട്ടി അവരെ സ്പർശിച്ചുകൊണ്ട് പരിശുദ്ധ കൃപാസ്ഥാനത്താൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ യേശുനാമത്തെ മഹത്വത്തിനായി അവരെ സുഖപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാ ഓട്ടിസം കുഞ്ഞുങ്ങളെയും അങ്ങയുടെ തിരുസന്നിധിയെ സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധമായി ആണിപ്പെടുതാർന്ന വലത് കരം കുഞ്ഞുങ്ങളുടെ ശിരസ് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓട്ടിസം കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന ശുശ്രൂഷിക്കുന്ന മാതാപിതാക്കന്മാർ അവരുടെ വേദനകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ആതുരാലയങ്ങളെയും അങ്ങനെയുള്ള ശുശ്രൂഷാലയങ്ങളെയും അങ്ങയുടെ തിരുസേനയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വലിയ ശക്തി അവരിലേക്ക് ആവശ്യിച്ചുകൊണ്ട് അവർക്ക് സൗഖ്യവും സമാശ്വാസവും ലഭിച്ചുകൊണ്ട് അവരുടെ നാമത്തെ ഈ നിമിഷം മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. എല്ലാ ഗർഭാശയ രോഗികളെയും സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. ഗർഭാശയത്തിന് കേടുള്ളവരെ, മക്കളില്ലാത്തവരും ഒക്കെ ഇപ്പോൾ അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവേ, ഗർഭാശയ രോഗികൾ, ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവരെ, ഗർഭാശയം ചുരുങ്ങിപ്പോകുന്നവരെ, ഗർഭാശയത്തിന് കട്ടിയില്ലാത്തവർ, അതിൻ്റെ പേരിൽ ഗർഭം അലസിപ്പോകുന്നവരെ, ഗർഭാശയത്തിന് ഒരു കുഞ്ഞിനെ വഹിക്കുന്നതിന് ആവശ്യമായ സ്വാഭാവികമായ ശക്തിയില്ലാത്തവരെ,
എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഗർഭാശയം ഇറങ്ങി വരുന്നവരെ, അതിൻ്റെ പേര് ബ്ലീഡിംഗ് ഉള്ളവർ, ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ, അവർക്ക് വയസ്സ് കഴിഞ്ഞു പോയവർ, അതിൻ്റെ പേര് പ്രഷറും ഷുഗറും ഡോക്ടർ പേടിക്കുന്നവർ, അതുകൊണ്ട് ഓപ്പറേഷൻ നീട്ടിക്കൊണ്ട് പോകുന്നവർ, എല്ലാവരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള എല്ലാ അമ്മമാരെയും, ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ കഴിയണവരെ, ചികിത്സ കഴിയണവരെ, ബൈ സ്റ്റാൻഡറായിട്ട് കൂടെ നിൽക്കാനൊരു ആരുമില്ലാത്തവർ, അതുകൊണ്ട് ആശുപത്രി പോകാതെ ബ്ലീഡ് ചെയ്ത് കർത്താവെ നരകിച്ച് ഇരിക്കുന്നവരെ ഒക്കെ കർത്താവെ, പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടത് ദുരന്തത്തിൽ നിന്ന് ലോകത്തെയും മനുഷ്യനെയും രക്ഷിക്കാനാണെങ്കിൽ ആ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള മുഴുവൻ രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ട് ദൈവനാമം മഹത്വപ്പെടട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം, മഹത്വം, മഹത്വം. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിനെ. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിനെ. മൂത്രാശയ രോഗിയുടെ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ അടിവയറ്റിൽ കൈവച്ച് വിശ്വാസപ്രമാണം ചെല്ലേണ്ടതാണ്. വിശ്വാസപ്രമാണം അറിയില്ലാത്തവരെ യേശുവേ രക്ഷക, എന്നെ സുഖപ്പെടുത്തണമേ, ഞാൻ അങ്ങയുടെ സാക്ഷിയായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവെ, മൂത്രത്തിൽ കല്ലുള്ളവർ, മൂത്രമൊഴിക്കുമ്പോൾ വേദനയുള്ളവർ, കർത്താവെ മൂത്രം പോകാതെ എരിച്ചിലും പുകച്ചിലും അനുഭവിക്കുന്നവർ, യൂറിക് ആസിഡിൻ്റെ ഉപദ്രവത്താൽ മൂത്രം പോകാതിരിക്കുന്നവർ, അതിൻ്റെ പേരിൽ ശരീരത്തിന് വേദനകളുള്ളവർ, അവരെല്ലാം സ്പർശിക്കണമേ. മൂത്രം അറിയാതെ പോകുന്നവരെ, അങ്ങനെ വ്യത്യസ്തമായ മൂത്രാശയ രോഗികളെ എല്ലാം ഇപ്പോഴും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വിശുദ്ധമായ ആണിപ്രദാനം വെറുതെ കിടത്താൽ ഇപ്പോഴ് മൂത്രാശയ രോഗികളെ അങ്ങ് സ്പർശിക്കണമേ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അവിടെ മൂത്രാശയ രോഗങ്ങൾ ഇപ്പോഴും സുഖപ്പെട്ടുകൊണ്ട് ദൈവനാമം മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. നടപടി 6:8 പ്രാർത്ഥിക്കുന്നു. സ്തെഫാനോസ് കൃപാവരം ശക്തിയും കൊണ്ട് നിറഞ്ഞ പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു. പിതാവേ, സഭയിൽ അങ്ങ് നൽകിയിട്ടുള്ള ശുശ്രൂഷയ്ക്ക് കൃപാവര ശക്തിയാൽ ഈ നൊവേനെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവ്വവിധ വ്യാധികളും ആധികളും ഉള്ളവരെ ഇപ്പോൾ സ്പർശിക്കണമേ. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തെ ഇപ്പോഴും മഹത്വപ്പെടുത്തണമേ. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോൾ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, 35 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ ശക്തിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷയുടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥാൽ യേശുനാമത്തിൽ സർവ്വരോഗങ്ങളും യേശുനാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ എല്ലാ വ്യത്യസ്തങ്ങളായ രോഗസൗഖ്യത്തിന് മാത്രമല്ല എല്ലാ മണ്ഡലങ്ങളിലുമാണ് ഉടമ്പടി പ്രവർത്തിക്കുന്നത്. അത്ര കണ്ട്, അതായത് എല്ലാ മണ്ഡലങ്ങളിലും. ഇനി അമ്മ ഒരു നിമിഷം നേരിട്ട് വരേണ്ട ആവശ്യമാണെങ്കിൽ നിന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അമ്മ നേരിട്ട് വരും. അതാ കൃപാസനത്തിലെ അമ്മ സഞ്ചാരി മാതാവെന്ന് എല്ലാവരും പറഞ്ഞ് സാക്ഷ്യം പറയണത്. അപ്പോൾ ഈ ഉടമ്പടി നൊവേന കൂടുമ്പോൾ നിൻ്റെ മനസ്സ് നീ പ്രാർത്ഥിക്കണം, അമ്മേ എൻ്റെ വീട്ടിൽ വരണമേ, എനിക്ക് സമാധാനമില്ല, ഞാൻ മാത്രമേ വിശ്വാസത്തിലുള്ളൂ, ബാക്കി ആർക്കും വിശ്വാസമില്ല, എല്ലാവരും പാപത്തിലും തിന്മയിലുമാണ്, എൻ്റെ കാലം കഴിഞ്ഞാൽ കുടുംബം എന്താകുമെന്ന് എനിക്കൊരു പിടിയുമില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മക്കളെ ഇപ്പോഴും അമ്മ വീട്ടിൽ വരാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. നമ്മളിപ്പോൾ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളിപ്പോൾ സമർപ്പിക്കാൻ പോവുകയാണ്. വിവാഹമൊത്ത് വരാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, വഴിയില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, വരുമാനമില്ലാത്തവരുണ്ട്, ഒറ്റയ്ക്കും പാട്ടത്തിനൊക്കെ ജീവിച്ചു പോകുന്ന സ്വന്തമല്ലാത്ത കിടപ്പിടങ്ങളിൽ ഭീഷണിയോടെ ജീവിക്കുന്ന മക്കളുണ്ട്. വല്ലപാടും മരിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇതിനേക്കാൾ നല്ലത് വഴി കിടക്കുകയായിരുന്നു വിചാരിച്ചുകൊണ്ട് സമാധാനമില്ലാതെ കണ്ണീരിട്ട ചോറ് കഴിക്കാൻ പറ്റാതെ മാറിക്കിടന്ന് ഉറങ്ങുന്നവരുണ്ട്. എന്തെല്ലാം ദുരിതങ്ങളാണ് മക്കളെ മനുഷ്യരെ അനുഭവിക്കുന്നത്. അവരുടെ കൂടെ എല്ലാം അമ്മയുണ്ടാകാൻ വേണ്ടിയാണ് നമ്മളിന്ന് വേന അമ്മയോട് തിരുസേന
കർത്താവെ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഓരോ കാര്യങ്ങൾ സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വിഷയമില്ലെങ്കിലും ഞങ്ങൾക്കില്ല, ഇത് ഞങ്ങളുടെ പ്രശ്നമല്ലെന്ന് പറയരുത്. ഞങ്ങളുടെ പ്രശ്നം തന്നെയാണ്. ഇതുപോലെ വിഷമം അനുഭവിക്കുന്നവരെ അമ്മ ഈ രാത്രി സ്പർശിച്ചുകൊണ്ട് അവരുടെ തടസ്സങ്ങൾ മാറ്റണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വരുന്ന ജീവിത തടസ്സങ്ങളെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ ഈശോയ്ക്ക് ഇപ്പോൾ സമർപ്പിക്കാം. വിവാഹം ഒത്തുവരാത്തവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, വിവാഹം ഒത്തുവരാത്തവരെ അങ്ങ് തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. വിവാഹപ്രായം കടന്നു പോയവരെ, ഇപ്പോഴും ജീവിത പങ്കാളിയെ പ്രതീക്ഷിക്കുന്നവരെ, അവരെ പ്രത്യേകം ഈ നൊവേനയിൽ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. വിവാഹത്തിന് ആവശ്യമായ പണമില്ലാത്തവരെ, സൗന്ദര്യമില്ലാത്തവരെ, ആരോഗ്യമില്ലാത്തവരെ, വിവാഹത്തിന് വേണ്ട കാര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ ആരുമില്ലാത്തവരെ, അങ്ങനെ ഉത്തരവാദിത്വമുള്ളവർ മനഃപൂർവ്വം മുങ്ങിക്കളയുന്നവരെ, അതുകൊണ്ട് സാമ്പത്തിക നേട്ടമുണ്ടാക്കി മറ്റവരുടെ ജീവിതം വല്ലാത്ത പരുവത്തിലാക്കി കളയുന്ന നീച്ച മനുഷ്യരെ, അങ്ങനെ എല്ലാ വ്യത്യസ്തങ്ങളായ വേദനയിൽ വേദനിക്കുന്നവരുണ്ട്. വിവാഹത്തിന് തടസ്സം നിൽക്കുന്നവരെ, മറ്റു പല വിശ്വാസങ്ങളുടെ പേരിൽ വിശ്വാസം നടക്കാത്തവരെ, അന്യനാടുകളിൽ പോയതിൻ്റെ പേരിൽ ഇണയെ ലഭിക്കാത്തവരെ എല്ലാവരെയും ഏറ്റെടുത്തുകൊണ്ട്, എല്ലാവരുടെയും കണ്ണുനീര് കർത്താവെ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും ആരുമില്ലെന്ന് ഓർക്കണമേ. ഞങ്ങളിപ്പോഴേ കൃപാസാൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ, ദുരന്ത കാരണമായ അമ്മയുടെ മധ്യസ്ഥരാണ് ഈ നവേന ഞങ്ങൾ അർപ്പിക്കുന്നത്. ഈ നിമിഷം അവർക്ക് ജീവിത പങ്കാളി നൽകിക്കൊണ്ട് അവർക്ക് ജീവിതം നൽകി ഉടമ്പടി നവേന വഴി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതാൽ യേശുനാമം മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കുട്ടികളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, കുട്ടികളില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാത്തവരെ, കർത്താവെ, അതിനുവേണ്ടി ശാസ്ത്രീയമായ മാർഗങ്ങളെല്ലാം അനുവർത്തിച്ചവരെ, ഇപ്പോഴും ഒരു കുഞ്ഞിനെ കിട്ടുന്നതിന് വേണ്ടി വേദനിച്ച് തേങ്ങി നടക്കുന്നവരെ, അങ്ങനെ പ്രാർത്ഥിച്ചും അടുത്തവരെ, അവരെല്ലാം കർത്താവെ അൾത്താരയിൽ അങ്ങയുടെ തിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധ വലത് കരത്താൽ അവരെല്ലാം നീ സ്പർശിക്കണമേ. കുട്ടികളില്ലാത്ത മാതാപിതാക്കന്മാരെ സ്പർശിക്കണമേ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇപ്പോഴവർക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജോലിയില്ലാത്തവർക്കും ജോലി നഷ്ടപ്പെട്ടവർക്കും ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കുടുംബം പുലരാൻ ഒരു മാർഗവുമില്ലാതെ സാമ്പത്തികമായ കടങ്ങളും നിത്യച്ചെലവിന് പോലും വഴിയില്ലാതെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ കർത്താവേ നാണം കെടുന്ന മാതാപിതാക്കന്മാരുണ്ട്. ഈശോയെ, അവിടെ കണ്ണുനീരിന് ചോരയുടെ നിറമാണെന്ന് കർത്താവെ അങ്ങയ്ക്ക് അറിവുള്ളതാണല്ലോ കർത്താവെ. ആ മാതാപിതാക്കന്മാരെ അവർക്ക് ജീവിത മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൃപാസാൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കർത്താവെ, വീട് പോലും റിപ്പയർ ചെയ്യാൻ പറ്റാതെ ജോലിയില്ലായ്മ കാരണം ജീവിതം തന്നെ വലിയ ഭാരമായി മാറിയിട്ടുള്ളവർ, ഒരു ജോലി കൊണ്ട് 5-6 കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കഴിയേണ്ട പട്ടിണി പാവങ്ങൾ, എങ്ങനെ ജീവിക്കുമെന്നറിയാൻ പാടില്ലാത്തവർ എല്ലാവരെയും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്ന കർത്താവെ, അവർക്ക് നൊവേനയുടെ ശക്തിയാൽ ജോലി ലഭിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും വിവിധ പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാൻ ഒരുങ്ങുന്നവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, പഠിക്കുന്ന വിദ്യാർത്ഥികളെയും വ്യത്യസ്തങ്ങളായ പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, നൈപുണ്യ പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവരെയും കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ, പഠിച്ചിട്ട് മനസ്സിലാകാത്തവർ, തലയിൽ കയറാത്തവർ, പഠിച്ചിട്ട് പലവട്ടം തോറ്റുപോകുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, വ്യത്യസ്തങ്ങളായ കാരണങ്ങളാൽ റിസൾട്ട് വരാത്തവർ, സർട്ടിഫിക്കറ്റ് വിത്തുകളുണ്ടായി പോയവർ, കിട്ടാത്തവർ എല്ലാം ഇപ്പോഴങ്ങ് ഏറ്റെടുക്കണമേ. വിദേശ രാജ്യങ്ങളിൽ പോകാനുള്ള യോഗ്യതാ പരീക്ഷകളെയും ഓരോ ഉപരിപഠനത്തിൻ്റെ യോഗ്യതാ പരീക്ഷകളെയും ജോലി ലഭിക്കാനുള്ള മത്സര പരീക്ഷകളെയും മുഴുകി ഇരിക്കുന്നവരെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ നൊവേനയുടെ യോഗ്യതയാൽ ദൈവത്തിൻ്റെ ശക്തി അവിടെ മേൽ പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ യോഗ്യതയാൽ ക്കാളുപരി ദൈവത്തിൻ്റെ നാമത്തിൻ്റെ കരുണയാൽ അവർക്ക് ജോലി ലഭിച്ചുകൊണ്ട് ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. വിവാഹബന്ധം പിരിഞ്ഞു പോയുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിവാഹം പിരിഞ്ഞു പോകുന്നവർ, കുടുംബം പൊലിഞ്ഞു പോകുന്നവർ,
പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ മാനസികമായ പ്രത്യേക കാരണങ്ങളെ കൊണ്ട് മറ്റുള്ളവരുടെ സമ്മർദ്ദം കൊണ്ടും ഗുരുതരമായ കാരണങ്ങളാൽ വിവാഹം പിരിയുന്നവർ പ്രത്യേക നൊവേനയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ, എങ്ങനെയെങ്കിലും ഒരുമിച്ച് ജീവിച്ചാൽ മതിയെന്ന് ആഗ്രഹിച്ച് ബന്ധനീർ കഴിയുന്നവരെയും ഇപ്പോൾ സമർപ്പിക്കുന്നു. അമ്മേ, അവരുടെ മാനം സംരക്ഷിച്ചുകൊണ്ട് അവർ ഐക്യപ്പെട്ട് കുഞ്ഞുങ്ങളുടെ ഭാവിയെ പ്രതിയും അവരുടെ കുടുംബത്തെ പ്രതിയും അവരുടെ ജീവിതത്തെ പ്രതിയും പിടിവാശിയും വൈരാഗ്യം വർദ്ധിപ്പിച്ച് എല്ലാം നശിപ്പിച്ച് മദ്യപാന ആസക്തികൾ നശിപ്പിച്ചുകൊണ്ട് തമ്മിൽ അകറ്റുന്ന എല്ലാ ചിന്തകളും നിർവീര്യമായിക്കൊണ്ട് ദമ്പതികളെ ഈ നൊവേന വഴി ഐക്യപ്പെട്ട് ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാണ്. പറമ്പ് വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, പറമ്പ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ, സ്ഥലത്തിന് വഴിയില്ലാത്തവർ, സ്ഥലത്തിൻ്റെ രേഖ ശരിയല്ലാത്തവർ, പ്രമാണം നടക്കാത്തവർ, പകുടമ്പടി നടക്കാത്തവർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പറമ്പ് വാങ്ങിച്ചിട്ട് വിട്ടുമാറാൻ നിവൃത്തിയില്ലാതെ വിഷമിക്കുന്നവർ, തന്മൂലം സാമ്പത്തികമായ വലിയ ബാധ്യതയും കടങ്ങളിൽ ചെന്ന് കുടുങ്ങിയിരിക്കുന്നവർ, അങ്ങനെയുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പറമ്പ് സംബന്ധമായ കണ്ണീരനുഭവിക്കുന്ന അനേകം മക്കളെ ഇപ്പോൾ വലിയ സംഘർഷത്തിൽ ഈ നൊവേന കൂടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരെല്ലാം അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബാങ്കിൽ കടങ്ങൾ കൂടിയതിൻ്റെ പേരിൽ ജപ്തി നടപടിയുടെ ഭീഷണി വരുന്നവർ, കർത്താവെ, അവർക്ക് അടക്കാനുള്ള മാർഗമില്ലാത്തവർ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ ഇന്നവേ പ്രാർത്ഥനയിലൂടെ ശക്തിയാൽ സ്ഥല സംബന്ധമായ സാമ്പത്തികമായ ബാധ്യതകൾ സംബന്ധമായ എല്ലാ ദോഷങ്ങളും തടസ്സങ്ങളും മാറുവാനും ദോഷസ്ഥലങ്ങളിൽ നാലെതിരുകളിൽ യേശുക്രിസ്തു വിശുദ്ധമായ രക്തം തളിക്കപ്പെടുവാനും അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയാൽ ക്ലേശങ്ങൾ മാറി യേശുനാമ മഹത്വപ്പെടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. വാടക, പാട്ടം, ഒറ്റി, അന്യരുടെ ആശ്രയത്തിൽ ജീവിക്കുന്നവരെയും സ്വന്തമായി ഇടമില്ലാത്തവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, വാടകയ്ക്കും ഒറ്റയ്ക്കും പാട്ടത്തിനും താമസിച്ചിട്ട് ഒഴിഞ്ഞു പോകാൻ നിർബന്ധിക്കപ്പെടുന്നവർ, പോകാനിടമില്ലാത്തവർ, പിടിക തിണ്ണ പോലും കിട്ടാത്തവർ, പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് ഇറങ്ങാൻ നിവൃത്തിയില്ലാത്തവർ, നെഞ്ചത്തടിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്വന്തമായി കൂരയില്ലാത്തവർ, കർത്താവെ, വേദനയോടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, കൃപാസാൽത്താര ജീവനുടെ പ്രത്യക്ഷയോടെ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിലെ അവരോട് കരുണ തോന്നണമേ. കർത്താവെ, എല്ലാവരെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഈ നൊവേന പ്രാർത്ഥനയിൽ അങ്ങ് അവർക്കെല്ലാം സ്വസ്ഥമായൊരിടം, സമാധാന സുരക്ഷിതമായൊരിടം ലഭിച്ച് ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. പ്രിയമുള്ളവരെ, മൗനമായി വിദേശ യാത്രകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് മൗനമായി സമർപ്പിക്കാവുന്നതാണ്. ഏതെങ്കിലും പ്രാർത്ഥന ഈ പ്രാർത്ഥനയുടെ പരിധി വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോഴേ തറയിൽ സമർപ്പിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പറ്റും. കർത്താവേ, ലോകം മുഴുവൻ ഇപ്പോഴും നൊവേന കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ മേലും നിൻ്റെ വിശുദ്ധമായ വലതുകരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോഴും മഹത്വപ്പെടുത്തണമേ കർത്താവേ. ഉടമ്പടി, പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി നൊവേനയുടെ 2-ാം ദിവസമായി ഇന്ന് കർത്താവെ, കണ്ണുനീരോടെ ഓരോ ഭൂഖണ്ഡങ്ങളിലും രാജ്യങ്ങളിലും പ്രാർത്ഥിക്കുന്നവർ, ഓരോ ഭീഷണിയെ അനുസ്മരിച്ചുകൊണ്ട് കർത്താവെ വേദനയോടെ പ്രാർത്ഥിക്കുന്നവർ, മക്കളെ പ്രതി വേദനിക്കുന്നവർ, വിശ്വാസമില്ലാത്ത കുടുംബങ്ങൾ, കർത്താവരെല്ലാം കർത്താവ് സ്പർശിക്കണമേ. ഈശോ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ. 35 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ ശക്തിയാൽ കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഈ ആൾത്താരെ നടന്നിട്ടുള്ള ലക്ഷക്കണക്കിന് വേനകൾ, ലക്ഷക്കണക്കിന് ആരാധനകളുടെയും കൃപാനയുടെയും ശക്തിയാൽ കൃപാസ്ഥാനയിൽ നിന്ന് ആരംഭിച്ചുകൊണ്ട് കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി ആരംഭിച്ചിട്ടുള്ള കോടിക്കണക്കിന് ജപമാലയുടെ ശക്തിയാൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ നവേന പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും നിയോഗങ്ങളെ ഇപ്പോൾ പരിശുദ്ധ അമ്മ ഏറ്റെടുത്തുകൊണ്ട് യേശുവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവ് അതിനെ അടയാളമാക്കി മാറ്റട്ടെ. ദൈവം നിങ്ങളെ അവിടുത്തെ സാക്ഷിയാക്കി മാറ്റട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം, മഹത്വം, മഹത്വം. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക. വാഗ്ദാന
സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, നാളെ ഉടമ്പടിയുടെ മരിയൻ ഉടമ്പടിയുടെ നൊവേന 3-ാം ദിവസം. അപ്പോൾ ഇന്ന് പങ്കെടുത്ത മക്കൾ ഇന്നലെ പങ്കെടുത്തില്ലെങ്കിൽ യൂട്യൂബിൽ ആ നൊവേന ഉണ്ട്, നിങ്ങൾക്ക് കൃത്യമായി പങ്കെടുക്കാവുന്നതാണ്.